കോഴിക്കോട് നിന്നും ശരണ്യ ചേരുകയാണിപ്പോൾ. ശരണ്യ, ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിലെ സ്ഥിതി എന്താണ് ഇവിടെ ഇപ്പോൾ? തലശ്ശേരി കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് ഇന്നലെ വൈകിട്ട് മുതൽ അല്പം ശമനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണ്. ജില്ലയിൽ മൊത്തം 56 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. 2869 ആളുകളെയാണ് ഈ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. കോഴിക്കോട് താലൂക്കിൽ 18 ക്യാമ്പുകളിലായി 1076 പേരും, വടകരയിൽ 13 ക്യാമ്പുകളിലായി 849 പേരും, കൊയിലാണ്ടിയിൽ 10 ക്യാമ്പുകളിലായി 319 പേർ, താമരശ്ശേരിയിൽ 15 ക്യാമ്പുകളിലായി 625 പേർ എന്നിങ്ങനെയാണ് ആളുകളെ താമസിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് മേഖലയിൽ കാണാതായയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് രാവിലെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കുമ്പളച്ചോല ഗവൺമെന്റ് LP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപകൻ കളത്തിങ്കൽ മാത്യുവിനെയാണ് ഇന്നലെ കാണാതായത്. ഈ ഭാഗങ്ങളിൽ, അതായത് വിലങ്ങാട് മേഖലയിൽ സാധാരണ എല്ലാ വർഷവും ഉരുൾപൊട്ടൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ശക്തമായതിനെ തുടർന്ന് അവിടുത്തെ ചില നാട്ടുകാർ ചേർന്ന് പുഴയുടെ ഭാഗത്തുള്ള ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യുന്നതിനും ഒപ്പം ഇത്തരം വീടുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയുന്നതിനും വേണ്ടി പുറത്തുപോയതായിരുന്നു മാത്യുവും ഒപ്പം 2-3 പേരും. ആ സമയത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആദ്യത്തെ ഉരുൾപൊട്ടലിൽ മാത്യു അദ്ദേഹത്തിന്റെ തന്നെ കടയുടെ സമീപത്ത് ഒറ്റപ്പെടുകയായിരുന്നു. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് അടുത്ത ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആ ഉരുൾപൊട്ടലിലാണ് മാത്യു ഒലിച്ചു പോയിരിക്കുന്നത്. NDRF സംഘവും നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്നലെ വൈകിട്ട് വരെ നടത്തിയിരുന്നു. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാലും രാത്രിയായതിനാലും ആ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇന്ന് വീണ്ടും തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു സങ്കടകരമായ വാർത്ത എന്ന് പറയുന്നത് വളയം, അതായത് കോഴിക്കോട് ജില്ലയിലെ തന്നെ കല്ലാച്ചിക്കടുത്ത് വളയം ചെറുമോത്ത് ഒരു 2 വയസ്സുകാരൻ ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ് മരിക്കുകയുണ്ടായി. അതും ഒരു സങ്കടകരമായ വാർത്ത തന്നെയാണ്. ഇതുകൂടാതെ വിലങ്ങാട് മേഖലയിൽ മറ്റിടങ്ങളിൽ 9 സ്ഥലങ്ങളിലായി ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. സാധാരണ എല്ലാ വർഷവും ഉരുൾപൊട്ടൽ ഉണ്ടാകാറുണ്ട്. അത് ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും ഇത്തവണത്തേത് 9 ഇടങ്ങളിലാണ്, അതായത് 9 ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഈ വിലങ്ങാട് മേഖലയിൽ. അതുകൂടാതെ 2019 ഓഗസ്റ്റ് 8-ന് ഈ മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ 4 പേർ മരിച്ചിരുന്നു. അതായത് മിക്ക വർഷങ്ങളിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ് വിലങ്ങാട്. എങ്കിലും ഇത്തവണത്തേത് ഏകദേശം 100 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായി എന്നൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ. പല വീടുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്, വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ടു. കാരണം ഇതൊരു കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവരുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുന്നു, വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെടുന്നു. ഇതെല്ലാം വളരെ സങ്കടകരമായ ഒരു കാര്യങ്ങളാണ്. മാത്രമല്ല ഈ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ എത്തിപ്പെടുന്നതിനുള്ള പ്രയാസമുണ്ട്. കാരണം ആ ഭാഗത്തേക്കുള്ള റോഡുകളെല്ലാം തന്നെ ഒലിച്ചു പോയിരിക്കുന്നു. ഒപ്പം പാലങ്ങളിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഉരുൾപൊട്ടലിനെ തുടർന്ന് വലിയ വലിയ മരത്തടികളും ഒപ്പം തന്നെ പാറക്കൂട്ടങ്ങളും ഒക്കെ വന്നടിഞ്ഞത് കാരണം പാലത്തിലൂടെ യാത്ര ഇപ്പോൾ സാധ്യമല്ല. ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. കിടപ്പ് രോഗികളെ ഉൾപ്പെടെയുള്ളവരെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മറ്റും മാറ്റിയിട്ടുണ്ട്. അതുകൂടാതെ പഞ്ചായത്തിന്റെയും വില്ലേജിന്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം ബന്ധുവീടുകളിലേക്ക് മാറിയ ഒട്ടേറെ പേരുമുണ്ട്. ഇവിടെ കക്കയം ഡാം, അതുപോലെ തന്നെ പെരുവണ്ണാമൊഴി ഡാം, ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഉളവാക്കുന്ന തന്നെയാണ് പറയുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട്. എങ്കിലും ഡാമിന്റെ ഷട്ടറുകൾ ഇനിയും ഉയർത്തി കഴിഞ്ഞാൽ കുറ്റ്യാടി പുഴയിൽ വലിയ തോതിൽ വെള്ളം ഉയരും. ആ സമയത്താണ് നമുക്ക് ആശങ്ക കൂടി വരുന്നത്. ശരി ശരണ്യ.